എല്ലാ കള്ളന്മാരും പുറത്തിറങ്ങിയിട്ട് കേസ് തെളിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? അപ്പം അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്. ഇവ തന്നെ ദിവസേന നമ്മൾ ചില പെയ്ഡ് ന്യൂസുള്ള ചില ചാനലുകളുണ്ട്. ആ ചാനലുകൾ കാലത്തൊരു കെട്ടുകഥയുണ്ടാക്കും. പിന്നെ ആ കെട്ടുകഥയെക്കുറിച്ചാണ് ചർച്ച. അതിൻ്റെ പുറമെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകും. അപ്പോഴേക്കും ദിവസം 90 കഴിഞ്ഞു. 90 കഴിഞ്ഞാൽ ഏതൊരു പ്രതിക്കും ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടുന്നുള്ളത് നിയമം പഠിക്കാത്തവർക്ക് കൂടെ അറിയാം. ഞാൻ ചോദിക്കട്ടെ, എവിടെ കട്ട സ്വർണം? ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ട സ്വർണം കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? 90 ദിവസമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല? ഞങ്ങൾ ചോദിക്കട്ടെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണോ പിണറായിന്റെ നിയന്ത്രണത്തിലാണോ? റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുമ്പോൾ രഹസ്യ വിവരങ്ങൾ പിണറായിക്ക് കൊടുക്കുന്നു. അങ്ങനെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ പിണറായി പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ 90 ദിവസമായിട്ടും ചാർജ് ഷീറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഇവിടെ SIT പ്രവർത്തിക്കുന്നത്? അത് പറഞ്ഞതാണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കുറ്റം? അപ്പോൾ UDF കഴിഞ്ഞ 3 ദിവസങ്ങളായി UDF നിയമസഭയിൽ അനുവർത്തിച്ച നയം ശരിയാണെന്ന് ഇന്നലെ പോറ്റി പുറത്തിറങ്ങിയതോടെ വ്യക്തമായില്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം. ഈ സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ താഴെ ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട UDF നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേദിയിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള എല്ലാ കള്ളന്മാരെ നിങ്ങൾ പുറത്തു വിട്ടാലും ശരി, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചവരകത്താക്കുക എന്നുള്ള നയം തന്നെയായിരിക്കും UDF ചെയ്യുക. അല്ല, നിങ്ങളിപ്പോൾ UDFകാരെ കൂടെ കേസിൽ പ്രതിയാക്കാൻ നോക്കിയ ഈ കേരളത്തിൽ നടക്കില്ല. കാരണം സ്വർണം കട്ടത് 2019. 2016 UDF അധികാരത്തിൽ പോയതാ. ആ UDF എങ്ങനെയാ 2019 സ്വർണം കട്ടാൽ കേസിൽ പ്രതിയാവുക? ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് വഴിയിൽ കള്ളനെ പേടിക്കേണ്ട. കാരണം ഞങ്ങളുടെ മടിശീലയിൽ ഖനമില്ല. ഖനം മുഴുവൻ പിണറായിൻ്റെ മടിശീലയില്ല. സ്വർണം മാത്രമാണോ കട്ടത്? രക്തസാക്ഷികളുടെ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷിയുടെ ഫണ്ട് വരെ കട്ടില്ല. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷി വിഷ്ണു, അദ്ദേഹത്തിന് 2008 BJPക്കാർ RSSകാർ വെട്ടിക്കൊന്നതാ. ആ ഫണ്ടും വെട്ടി, ആ ഫണ്ട് മുക്കി. ഇന്നലെ അദ്ദേഹത്തിന്റെ സഹോദരൻ വിനയൻ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റുകാർ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ അവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. ദീർഘകാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞീഷ്ണല്ലേ പറഞ്ഞത് MLA മധുസൂദൻ ഫണ്ട് വെട്ടിച്ചു എന്ന്. ഞാൻ ഇന്ന് നമ്മുടെ CPM ജില്ലാ സെക്രട്ടറി രാകേഷിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു. ഞാൻ ഇത് കണക്ക് പറയാനാണ്. കുഞ്ഞികൃഷ്ണൻ ചീത്ത പറയാനല്ലാണ്ട് കണക്ക് പറയുന്നില്ല. കണക്ക് എവിടെ നിന്ന് കിട്ടാൻ? എല്ലാത്തിൻ്റെ കീശയിലാണ്. കട്ടതിനെ മുഴുവൻ സഖാക്കളുടെ കീശയിലാണ്. ഇത് ഇന്നലെ എന്തായിരുന്നു സ്ഥിതി? കുഞ്ഞികൃഷ്ണ പുസ്തക പ്രകാശനത്തിന് ഒരാളും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ പ്രകാശന ചടങ്ങിൽ 100 കണക്കിന് സഖാക്കൾ പങ്കെടുത്തില്ലേ? ഇത് കുഞ്ഞികൃഷ്ണ പുറത്താക്കിയത് റിപ്പോർട്ട് ചെയ്യാൻ ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ചപ്പോ ഒരു സഖാവെങ്കിലും പങ്കെടുത്തോ? കാരണം സഖാക്കൾക്ക് തന്നെ അറിയാം തങ്ങളുടെ നേതാക്കൾ കക്കുന്ന കള്ളന്മാരാണെന്ന് സഖാക്കൾക്ക് പോലും അറിയാം. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശത്രുക്കൾ രാഷ്ട്രീയ എതിരാളികൾ ഒരാളല്ല, 2 പേരാണ്. ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും, രണ്ടാമത്തത് BJP. ഇവർ തമ്മിലും ഒരന്തർധാരയുണ്ട്.
പണ്ട് സന്ദേശം സിനിമയിലെ ശങ്കരാടി പറഞ്ഞ പോലെ പ്രതിക്രിയാവാദികളും പ്രതിലോമ ശക്തികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിലും ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയെ കേരളത്തിൻ്റെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ പാരഡി ഗാനം UDFന്റെ പാരഡി ഗാനം മാറ്റേണ്ട ഒരു കാര്യവുമില്ല. പോറ്റിയെ കയറ്റിയത് ആരപ്പ? മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അയ്യപ്പ വേണമെങ്കിൽ ഒന്നും കൂടെ മാറ്റാം. കട്ടതാരാണെന്ന് അയ്യപ്പ? പിണറായി വിജയനാണ് അയ്യപ്പ. സഹായിച്ചതാരാണോ അയ്യപ്പ? കടകംപള്ളിയും വാസവനുമാണ് അയ്യപ്പ. അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതുകൊണ്ട് ഈ കള്ളക്കൂട്ടത്തിനെതിരെ, ഈ കൊള്ളസംഘത്തിനെതിരെ ഉള്ള ജൈത്രയാത്രയ്ക്കൂടെ ഈ മണ്ണിൽ, കാസർഗോഡിന്റെ മണ്ണിൽ തുടക്കം കുറിക്കുകയാണ്. ഇത് സെക്രട്ടേറിയറ്റിൽ അധികാരത്തിലെത്തുന്നത് വരെ നമുക്കാർക്കും വിശ്രമമില്ല. അതിൻ്റെ തുടക്കം ഈ കാസർഗോഡ് വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ എത്തിയ മുഴുവൻ UDF പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയ് ഭാരത്, ജയ് UDF. പ്രിയപ്പെട്ടവരെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ജാഥാ നായകൻ ബഹുപ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവர்களுം അതുപോലെ തന്നെ ജാഥയുടെ ഉദ്ഘാടകൻ AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP അവർ ഇവിടെ എത്തിച്ചേരും. UDFന്റെ ഉപനേതാവും UDFന്റെ കേരളത്തിലെ സമുന്നതനായ നേതാവും UDF പ്രസ്ഥാനം ശക്തമായി മുമ്പോട്ട് നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വേദിയിൽ ഇവിടെ എത്തിച്ചേർന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി UDFന്റെ സമുന്നതനായ നേതാവ്, മുൻ മന്ത്രി കൂടിയായ ഷിബു ബേബി ജോൺ അവരുടെ ആദരവോടെ ക്ഷണിക്കും. യോഗാധ്യക്ഷനടക്കം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സഹാക്കളെ, സുഹൃത്തുക്കളെ, ഒരു ഐതിഹാസികമായ ജാഥയ്ക്ക് വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ് മഞ്ചേശ്വരം നിയോജകമണ്ഡലം. എല്ലാ 5 വർഷങ്ങളിലൊരിക്കലും തെരഞ്ഞെടുപ്പിന് മുമ്പായി എല്ലാ മുന്നണികളും ജാഥ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം വളരെ ഭാരിച്ചതാണ്. മുൻകാലങ്ങളിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുകയും പിന്നെ 5 വർഷം UDF വന്നിട്ട് കേരളത്തെ നന്നാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അവരുണ്ടാക്കുന്ന നാശം, 5 വർഷം കൊണ്ടുണ്ടാക്കുന്ന നാശം പിന്നെ 5 വർഷം കൊണ്ട് നമ്മൾ നന്നാക്കും. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമാണ് 10 വർഷം കൊണ്ട് തൊലച്ചില്ലാതാക്കിയ കേരളത്തെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ജാഥ ആരംഭിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ദേശീയ തലം പരിശോധിക്കുമ്പോൾ, അന്തർദേശീയ തലം പരിശോധിക്കുമ്പോഴും തീവ്ര വലതിൻ്റെ അഴിഞ്ഞാട്ടം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു സവിശേഷത ശ്രദ്ധിച്ചു. ട്രംപ് ഒന്ന് നോക്കിയാൽ മുട്ടയിലെഴയുന്ന മോഡിയും, മോഡി ഒന്ന് നോക്കിയാൽ മുട്ടയിലെഴയുന്ന പിണറായി വിജയനെയുമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ യഥാർത്ഥ ഇടതുപക്ഷ ആശയങ്ങൾ, കാരണം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റുവിയൻ കാലഘട്ടത്തിൽ
ലോകത്തെ ഏറ്റവും വലിയ ലെഫ്റ്റ് ഓഫ് സെന്റർ ഇടതുപക്ഷ പാർട്ടിയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന പോരാട്ടം പരിശോധിക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റ് ഓഫ് സെന്റർ എന്ന പൊസിഷനോടുകൂടി തന്നെ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പോരാട്ടം അന്നേരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു ഭാഗത്തും, മറുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യഥാർത്ഥ പുരോഗമന ആശയങ്ങൾ ഉന്നയിക്കുന്ന ആ സംവിധാനവും തമ്മിലാണ്. എന്താണ് 5 വർഷത്തെ കേരളത്തിന്റെ ഭരണം? 10 വർഷമായി കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഒരു ഗവൺമെന്റ്. അതാണ് ശ്രീ കെ മുരളീധരൻ സൂചിപ്പിച്ചത്. കൊള്ളയടിച്ച് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ദൈവത്തിനെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന് ഇന്ത്യൻ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കേണ്ടി വന്ന അവസ്ഥ കേരളത്തിലുണ്ടാകുന്നു. പണ്ടൊക്കെ കൊള്ളക്കാർ വന്ന് ഒരുമാതിരി കൊള്ളയടിച്ച് എല്ലാം തീരാറാകുമ്പോഴത്തേക്കിന് കൈകൂപ്പി നമ്മൾ പറയും ഇനി ഒന്നുമില്ല, ഞങ്ങളുടെ ജെട്ടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുമായിരുന്നു. ഇപ്പം പിണറായി ഭരിക്കുമ്പോൾ അതും പറയാനൊക്കത്തില്ല. കാരണം ജെട്ടി അടിച്ച് മാറ്റിയ ഒരു വ്യക്തിയെ കൂടെ ആ മുന്നണിയുടെ ഭാഗമായിട്ട് അത് ഈ നിലയിലേക്ക് എന്ത് തോന്നിവാസവും കാണിച്ചുകൊണ്ട് പോകുന്ന ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക. അവിടെ ശബരിമലയുടെ വിഷയം പറഞ്ഞു. ഒരു കേസ് ഒരു സ്വാഭാവിക മരണത്തിലേക്ക് പോകുന്നത് നിയമപണ്ഡിതൻ വേണ്ട, നമുക്ക് ഏവർക്കും മനസ്സിലാകുന്ന നിലയിലേക്കല്ലേ. 90 ദിവസം കഴിഞ്ഞ് സ്വാഭാവിക ജാമ്യം കിട്ടുന്നു. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി വരുന്ന കാഴ്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാതൊരു ആശങ്കയുണ്ടായി. കാരണം പ്രധാന കണ്ണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കേസ് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും. അന്നേരം മുതൽ ഞാൻ ചിന്തിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ അടക്ക ഉത്തരവാദിത്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവൻ നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളത്. ആ അറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ്. കാരണം ആ നിലയിലേക്കുള്ള കൊള്ളയല്ലേ. ആ കേസ് സ്വാഭാവിക മരണത്തിലേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ ഇന്നേ വരെ തൊണ്ടി വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കേസ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്? അതിനുള്ള ന്യായീകരണം പറയുന്നു. നിയമസഭ കൂടിക്കഴിഞ്ഞാൽ എന്താണ് ശ്രീ കെ മുരളീധരൻ ഉപയോഗിച്ച വാക്ക് വളരെ ശരിയായല്ലേ. ചിത്തഭ്രമം ബാധിച്ചിരിക്കുന്നത് പിണറായി വിജയനെ മാത്രമല്ല, ഒരു മുന്നണിയുടെ എല്ലാ മന്ത്രിമാരെയും നേതാക്കന്മാരെയും ബാധിച്ചിരിക്കുന്ന കാഴ്ചയാണ്. അവിടെയാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെ വിചിത്രമായ കാര്യമാണ് പറയുന്നത്. സോണിയാഗാന്ധിയെ കണ്ടു, അതുകൊണ്ട് പോറ്റിയെ അന്ന് കയറ്റി, ഇതെല്ലാം പറയുന്നു. ഒരു കാര്യവും കൂടെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പിണറായി വിജയൻ പറയും ഇതെന്റെ എല്ലാം കുഴപ്പക്കാരനാ വിജയ് മല്ലയ്യായിരുന്നു, അയാൾ സ്വർണം കൊടുത്ത് വിട്ടതുകൊണ്ട് മാത്രമല്ലേ പോറ്റി അടക്കം അവിടെ കയറി മോട്ടിച്ചത് എന്ന് ചോദിക്കാൻ ഒരു മടിയില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഈ സന്ദർഭത്തിൽ കടക്കുന്നില്ല. ഇവിടെ വിശ്രമരഹിതമായ പ്രവർത്തനം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഓരോ പ്രവർത്തകരും ഇതൊരു നിലനിൽപ്പിന്റെ പോരാട്ടം തന്നെയാണ്, നമ്മുടെ മാത്രമല്ല കേരളത്തിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ മാത്രമല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിണറായി എന്നേക്കുമായി ഈ അധികാരത്തിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റം ഈ ജാഥ വഴി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് RSP സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി
UDFിൻ്റെ സമുന്നത നേതാവും യുവ വാഗ്മിയുമായ നിയമസഭകത്ത് ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തി മുമ്പോട്ട് പോകുന്ന യുവ MLA കൂടിയായ N. ഷംസുദ്ദീൻ അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായ അഭിവന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ AICCയുടെ നിരീക്ഷക ശ്രീമതി ദീപാദാസ് മുൻഷി ഉൾപ്പെടെ മുൻ KPCC അധ്യക്ഷന്മാരായ ശ്രീ K. മുരളീധരനും K. സുധാകരനും ഉൾപ്പെടെ നമ്മുടെ UDFിൻ്റെ കൺവീനർ അടക്കം അങ്ങനെ പേരുകൾ എണ്ണി പറഞ്ഞാൽ ഒരു വലിയ നിര തന്നെ ഇവിടെ സന്നിഹിതരാണ്. ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, ഈ പുതുയുഗ യാത്രക്ക് സാക്ഷ്യം വഹിക്കാനെത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ വർത്തമാനകാല സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായ ഒരു യാത്രക്കാണ് ഈ അത്യുത്തര ദേശം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. മഞ്ചേശ്വരത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ പുറപ്പെടുന്ന ഈ യാത്ര, ഇത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പ്രതീകമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ജനങ്ങൾക്ക് ദുരിതം മാത്രം നൽകി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കെടുകാര്യസ്ഥതയുടെ പ്രതീകമായ പിണറായി സർക്കാരിനെ മാറ്റാനുള്ള, പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള ഒരു വലിയ ജനമുന്നേറ്റമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ എല്ലാവിധത്തിലുള്ള ആശീർവാദവുമായി നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു, ഇതൊരു സെമി ഫൈനലാണ്. കേരളത്തിലെ ഫൈനൽ പോരാട്ടം നടക്കാൻ പോകുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ആഴ്ചകൾക്കുള്ളിൽ, ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് തൊട്ട് മുന്നോടിയായി നടക്കുന്ന പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റം നടത്തുമെന്നന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി നേടിയത്. ഇടതുപക്ഷ കോട്ടക്കൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പറപ്പിച്ചത്. രൂപീകരിച്ചിട്ട് ഇന്നോളം UDF ജയിച്ചിട്ടില്ലാത്ത, UDF അധികാരത്തിൽ വന്നിട്ടില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ ജനവികാരം ഈ സർക്കാരിനെതിരുണ്ട് എന്ന് ആ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാര് പറഞ്ഞ പോലെ ശബരിമലയിലെ പവിത്രമായ സ്വാമി അയ്യപ്പന്റെ ആടയാഭരണങ്ങൾ പോലും മോഷ്ടിക്കാൻ മനസാക്ഷിക്കുത്തില്ലാത്ത ഒരു വർഗമായി കേരളത്തിലെ ഭരണകൂടം മാറിയിരിക്കുകയാണ്. അതിനെതിരായ ജനവികാരമാണ് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതാ ഈ ജാഥയുടെ നായകനും അതുപോലെ തന്നെ ഈ ജാഥ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ KC വേണുഗോപാലും ഈ ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു വരികയാണ്. അവർക്ക് കടന്നു വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു വലിയ ജനമുന്നേറ്റമാണ് ഈ ജാഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇവിടെ പ്രകടമാകുന്നത്. ഒരു കാര്യം വ്യക്തമാണ്,
ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോ കേരളത്തിലെ പിണറായി വിജയൻ ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന ഒരു പോരാട്ടമായി അത് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് നേതാക്കന്മാരൊക്കെ വേദിയിൽ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൂടെ കേരള ജനത നമുക്ക് കാണിച്ചു തന്നതാണ് ഈ ഗവൺമെന്റിനെതിരായ വികാരം. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്, അത് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുണ്ട് അല്ലേ? അവസാനം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്, എന്തിന് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്, അവിടെയൊക്കെ നമ്മൾ അത് കണ്ടതാണ്. അതിനുശേഷമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന്റെ വലിയ മുന്നേറ്റമുണ്ടായത്. ഇവിടെ അന്ന് നമ്മൾ പറഞ്ഞു അത് സെമി ഫൈനലാണെന്ന്. ആ സെമി ഫൈനലിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഫൈനലിൽ ഇവിടെ VD സതീശന്റെ നേതൃത്വത്തിൽ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ, ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ UDF കേരളത്തിൽ ആ ഫൈനൽ പോരാട്ടത്തിൽ വിജയിക്കുകയും കപ്പ് നേടുകയും ചെയ്യുമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജാഥയ്ക്കും ജാഥാ നായകന്മാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുതുയുഗ യാത്രയുടെ ഈ ചരിത്ര പോരാട്ടത്തിന്റെ ഉദ്ഘാടനം ഈ ചരിത്രമുറങ്ങുന്ന കുമ്പളയിൽ വെച്ച് ആരംഭിക്കുകയാണ്. ഈ മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP, ഈ ജാഥ, ഈ പുതുയുഗ യാത്രയുടെ നായകൻ, കേരളത്തിനകത്ത് ജൈത്രയാത്ര നടത്തി ചരിത്രം സൃഷ്ടിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ VD സതീശൻ അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ UDFന്റെ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. UDFന്റെ പ്രമുഖരായ MLAമാർ, MP മാർ, UDFന്റെ ഘടക പാർട്ടിയുടെ നേതാക്കന്മാർ, ആദരണീയനായ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA അവർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. UDFന്റെ കേരളത്തിലെ മുഴുവൻ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി UDFന്റെ സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് MP-യെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യരായ ഈ യോഗത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അവറുകൾ, ഏറ്റവും ആദരണീയനായ ഉദ്ഘാടകൻ പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ അവറുകൾ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അവറുകൾ, ബഹുമാന്യനായ ശ്രീ PJ ജോസഫ് അവറുകൾ, ബഹുമാന്യനായ ഷിബു ബേബി ജോൺ അവറുകൾ, ബഹുമാന്യനായ ശ്രീ NK പ്രേമചന്ദ്രൻ MP അവറുകൾ, ബഹുമാന്യനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ബഹുമാന്യനായ രമേശ് ചെന്നിത്തല, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ K മുരളീധരൻ, ശ്രീ രാജൻ ബാബു, ഏറ്റവും പ്രിയങ്കരിയായ AICCയുടെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി,
ശ്രീ മൻസൂർ അലി അവർകൾ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ MM ഹസൻ, ശ്രീ K ജാനു, PV അൻവർ, ശ്രീ കല്ലട്ര മായിൻ ഹാജി, അഡ്വക്കേറ്റ് മനോജ് കുമാർ, ബഹുമാന്യരായ PMA സലാം, ബഹുമാന്യരായ ബെന്നി ബെഹ്നാൻ MP, ശ്രീ ആൻഡോ ആന്റണി MP, ശ്രീ ഷാഫി പറമ്പിൽ MP, ശ്രീ AP അനിൽകുമാർ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ PC KC ജോസഫ് അവർകൾ, ശ്രീ CP ജോൺ, ശ്രീ ജോസ്മോൻ, ശ്രീ ഫൈസൽ, ശ്രീ ഗോവിന്ദൻ നായർ, ഏറെ ബഹുമാന്യരെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പോരാട്ടത്തിന് നാന്ദി കുറിക്കുകയാണ്. കുമ്പളയിൽ നിന്നും ആരംഭം കുറിക്കുന്ന ഈ തുടക്കം കേരളത്തിലുടനീളം എത്തിച്ചേർന്നുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളും പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഈ പുതുയുഗ യാത്രയ്ക്ക് ആരംഭം കുറിക്കുന്നത്. ഈ പുതുയുഗ യാത്ര എന്തുകൊണ്ടും ഒരു ചരിത്രം കുറിക്കുന്ന ഒരു യാത്രയായി മാറാൻ പോകുന്നു. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിച്ചേരുന്ന ഈ പുതുയുഗ യാത്ര സമാപിക്കുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിൽ കടന്നു വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടവരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളാണ് ഇതിൻ്റെ ശക്തി, നിങ്ങളാണ് ഇത് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടവർ. അപ്പോൾ തീർച്ചയായും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിരവധി കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുവാനുണ്ട്. 10 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തുന്ന LDF ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നയങ്ങളും പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളുടെ ഭാഗമെന്നുള്ള നിലയിലാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വലിയ വിജയം കൈവരിക്കുവാനുള്ള അവസരം ഒരുക്കി തന്നത്. ആ അവസരങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇനിയുള്ള പോരാട്ടം അതിശക്തമായി കേരളത്തിൽ നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമ്മൾക്ക് കഴിയണം. ആ യാത്ര, അതിനുവേണ്ടിയുള്ള യാത്രയാണ് ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാലാണ് ഇന്ന് ഈ ജാഥയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാനുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുവാനും അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാനും പ്രിയപ്പെട്ട ശ്രീ KC അതിനുവേണ്ടി നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന സത്യാവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയുടെ നമ്മുടെ പദയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാലാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രീ K കരുണാകരൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു എങ്കിൽ ഇന്ന് കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ചൈതന്യത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു നാമം അത് KC വേണുഗോപാലിന്റെയാണ്. KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതി നമ്മൾക്ക് എല്ലായിടത്തും കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പ്രിയങ്കരനായ ശ്രീ KCയെ
ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA, അദ്ദേഹമാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നമുക്ക് നേതൃത്വം തരുവാനും അതിലൂടെ നമുക്ക് ഒരു പുതിയ നാന്ദി കുറിക്കുവാനുമുള്ള ഒരു അവസരം ഒരുക്കി തരുന്ന പ്രിയങ്കരനായ ശ്രീ സണ്ണി ജോസഫ് MLA അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ ജാഥയുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പുതിയുഗ യാത്ര, ആ യാത്രയ്ക്ക് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ യാത്ര ഇന്ന് ഈ കുമ്പളയിൽ നിന്നും ആരംഭം കുറിക്കുന്നു. ഈ യാത്രയ്ക്കുടനീളം അദ്ദേഹത്തിന് നേതൃത്വപരമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള അവസരം ഒരുക്കി തരും. 100-ൽ കുറയാതുള്ള സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ UDF അധികാരത്തിൽ കടന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. UDF ഒറ്റക്കെട്ടായി ഒരു ടീമോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് അവിടെ നമ്മൾ കാണുവാൻ പോകുന്നത്. പ്രിയങ്കരനായ നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ ഉപനേതാവാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ അർത്ഥത്തിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിലെ UDFനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി അവരുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും നമുക്ക് എപ്പോഴും ഏറെ പ്രചോദനം തരുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ PJ ജോസഫ്, അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ RSPയുടെ നേതാവ് ശ്രീ ഷിബു ബേബി ജോൺ, അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രമിച്ചവരാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീ NK പ്രേമചന്ദ്രൻ MP, ഞങ്ങൾ ഏവരോടൊപ്പം പാർലമെന്റിൽ ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രൻ MPയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യായ പ്രവർത്തക സമിതി അംഗം മുൻ KPCCയുടെ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കരിയായ ദീപാദാസ് മുൻഷിജിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ ശ്രീ K സുധാകരൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ശ്രീ K മുരളീധരൻ അവരെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനൂപ് ജേക്കബിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ശ്രീ MM ഹസനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ കൊടിക്കുന്നിൽ സുരേഷ് MPയെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നമ്മുടെ മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കന്മാർ നിരവധി പേരുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ PMA സലാമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ CK ജാനുണ്ട്, PV അൻവറുണ്ട്. ബഹുമാന്യനായ നമ്മുടെ മോൻസ് ജോസഫ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും നിങ്ങൾക്കേവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. CMBയുടെ നേതാവ് ബഹുമാന്യനായ ശ്രീ CP ജോൺ, അദ്ദേഹത്തെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് മനോജ് കുമാർ, ബഹുമാന്യനായ ശ്രീ രാജൻ ബാബു UDFന്റെ നേതാവാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. MPമാരായ നമ്മുടെ പ്രിയങ്കരനായ നിങ്ങളെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാമായ രാജ്മോഹൻ ഉണ്ണിത്താനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ബെന്നി ബഹ്നാൻ MP, ശ്രീ ആൻഡോ ആന്റണി MP, ശ്രീ ഷാഫി പറമ്പിൽ MP, ശ്രീ FP അനിൽകുമാർ, ശ്രീ PC വിശ്വനാഥ്, ബഹുമാന്യനായ ശ്രീ KC ജോസഫ് തുടങ്ങിയ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ നമ്മുടെ MLAമാരുണ്ട്. ശ്രീ സംസദീൻ ഉൾപ്പെടെയുള്ള എന്നെ നെല്ലിക്കുന്നുണ്ട്.
KK അഷ്റഫ് തുടങ്ങിയ നിരവധി MLA-മാർ ഈ വേദിയിലുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി UDF-ന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ ശ്രീ MK രാഘവൻ MP ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ എല്ലാ നേതാക്കന്മാരെയും, ഈ വേദിയിലുള്ള മുഴുവൻ നേതാക്കന്മാരെയും, അപ്പുറത്തിരിക്കുന്ന ഓരോ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷനായി KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പുതുയുഗ യാത്രയുടെ ഉദ്ഘാടകൻ, ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരാൻ കേരളത്തിൽ നിന്ന്, ഉത്തരമലബാറിൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ നിയോഗിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP, ഈ ജാഥയുടെ നായകൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ മുൻ മന്ത്രി ശ്രീ PJ ജോസഫ് സാർ, RSP സംസ്ഥാന സെക്രട്ടറി മുൻ മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ CP ജോൺ, UDF-ൻ്റെ മറ്റ് നേതാക്കന്മാർ അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാരെ, കോൺഗ്രസിൻ്റെ സമുന്നതരായ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ K സുധാകരൻ, ശ്രീ കൊടിക്കുന്നേൽ, ശ്രീമതി ദീപാജി, PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, കാസർഗോഡ് DCC പ്രസിഡന്റ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാജ്ഭവൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളികളെ, പ്രിയമുള്ള നാട്ടുകാരെ, കേരളം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടിയാണ് പുതുക യാത്രയായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതൃനിര ഒന്നടങ്കം ഈ കുമ്പളയിൽ നിന്ന് ഇന്ന് പ്രയാണം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തെ ഇന്നത്തെ നിലയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഭരിക്കുന്നു. ആ സർക്കാരിനെതിരെ നമുക്കറിയാം, ജനങ്ങൾ ലഭിച്ച അവസരങ്ങളിലെല്ലാം ആ സർക്കാർ ജനദ്രോഹ സർക്കാരാണ് എന്ന് വിധിയെഴുതിയിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ചാണ്ടി ഉമ്മൻ ജയിച്ചു MLA ഇവിടെയുണ്ട്, തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. ചേലക്കരയിൽ LDF കഷ്ടിച്ച് ജയിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ തികയുകയാണ്. എന്തായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ വിധിയെഴുത്ത്? കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ആ ഭരണത്തിൽ തുടരാൻ ആ സർക്കാരിന് അവകാശമില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ, മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ വിധി എഴുതിയത്. എന്നാൽ കേരള സർക്കാർ അധികാരം വിട്ടൊഴിയാൻ തയ്യാറില്ല. മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ സത്യസന്ധത ഉണ്ടായിരുന്നുവെങ്കിൽ, അഭിമാനമുണ്ടായിരുന്നുവെങ്കിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി സർക്കാരിനെതിരെയാണ്, മുഖ്യമന്ത്രിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ്, ഏകാധിപത്യ ശൈലിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കി തിരുത്താൻ അദ്ദേഹം തയ്യാറാകണമായിരുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി തിരുത്തിയിട്ടില്ല. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികളെ നമുക്കെല്ലാവർക്കും അറിയാം. CPM-ന്റെ നേതാക്കന്മാരാണ്. ഓരോ പ്രതികളെയും ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി അവരെ മോചിപ്പിക്കാൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. CPM-ന്റെ MLA, പത്തനംതിട്ടയിലെ നേതാവ്, അദ്ദേഹം ജയിൽ കിടക്കുകയാണ്. വാസു ജയിൽ കിടക്കുകയാണ്. CPM-ന്റെ നേതാവ് വാസു ജയിൽ കിടക്കുകയാണ്. അവർക്കെതിരെ പാർട്ടി തലത്തിൽ
ഒരു ചെറിയ നടപടി പോലും സ്വീകരിക്കാൻ CPM പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവരെ തൊട്ടാൽ പാർട്ടി നേതൃത്വത്തിൻ്റെ പങ്ക് അവർ കൃത്യമായിട്ടും പത്രമാധ്യമങ്ങളോട് ജനങ്ങളോട് പറയും. CPM അവരെ ഭയപ്പെടുകയാണ്. ശബരിമലയിലെ യഥാർത്ഥ കൊള്ളക്കാരെ CPM സംരക്ഷിക്കുകയാണ്. എന്നാൽ പയ്യന്നൂരിൽ പാവപ്പെട്ട CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ടിൽ നടന്ന തിരിമറിയെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ പിറ്റേ ദിവസം CPMന്റെ നേതാക്കന്മാർ യോഗം ചേർന്ന് കുഞ്ഞികൃഷ്ണൻ എന്ന സഖാവിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. പക്ഷേ ശബരിമലയിലെ കൊള്ളക്കാര്, കള്ളന്മാര് CPM നേതൃത്വം ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ളത്തരങ്ങൾക്കെതിരെ, ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പുതുയുഗ യാത്രയുമായിട്ട് ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും സർക്കാർ ജനദ്രോഹ സമീപനം തന്നെയാണ്. കാർഷിക മേഖല തകർന്നിരിക്കുന്നു. വന്യമൃഗശല്യം ഇന്ന് വനാതിർത്തിയിൽ മാത്രമല്ല, കേരളത്തിലെ പട്ടണങ്ങളിലും അതിരൂക്ഷമായ വന്യമൃഗശല്യം നിലനിൽക്കുകയാണ്. വിലക്കയറ്റം അതിരൂക്ഷമാണ്. തൊഴിലില്ലായ്മ കേരളത്തിലെ ചെറുപ്പക്കാരെ നിരാശരാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ദുഷ്ചെയ്തികളെ തുറന്നു കാട്ടി ഒരു പകരം സർക്കാർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പകരം ഗവൺമെന്റ് കേരളത്തിൽ രൂപീകരിക്കാൻ പുതുയുഗം തുറക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര. ഈ യാത്ര വിജയിപ്പിക്കാൻ കുമ്പളയിൽ എത്തിച്ചേർന്ന എല്ലാ സഹപ്രവർത്തകർക്കും UDFന്റെ പ്രമുഖരായ നേതാക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദിയും അഭിവാദ്യവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി AICCയുടെ ബഹുമാനായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MPയോട് സവിനയം അഭ്യർത്ഥിക്കുന്നു. ഈ ബഹുമാനപ്പെട്ട
യോഗാധ്യക്ഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ്, നമ്മുടെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും ശക്തമായ അടിത്തറ നൽകുന്ന കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 7-ാം തീയതി തിരുവനന്തപുരത്തേക്ക് വരെ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം വിളിച്ചോതുന്ന അതിബൃഹത്തായിട്ടുള്ള ഒരു യാത്രയുമായി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി, കേരളത്തിലെ ഏതൊരു നേതാവിനേക്കാളും കൂടുതൽ താല്പര്യപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിരിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷി, പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ, നമ്മളെപ്പോഴും വിളിക്കാറുണ്ട്, ഒരു ട്രിപ്പിൾ ഷൂട്ടർ എന്ന് പറയാൻ പറ്റുന്ന നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹേബ്, പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവും മുൻ പ്രസിഡന്റും കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല, പ്രിയപ്പെട്ട പ്രവർത്തക സമിതി അംഗം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പി ജെ ജോസഫ്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ, RSPയുടെ നേതാവ്, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഷിബു ബേബി ജോൺ, പ്രിയപ്പെട്ട ശ്രീ N.K. പ്രേമചന്ദ്രൻ, പ്രിയപ്പെട്ട CP ജോൺ, അധ്യക്ഷവേദിയിലെ UDFൻ്റെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട UDF കൺവീനർ അടൂർ പ്രകാശ്, ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ചരിത്രത്തിലാദ്യമായിട്ട് നന്ദിപ്രമേയത്തിൻ്റെ മറുപടി പറയാൻ പാർലമെന്റിൽ എത്താതെ പോയ 54 ഇഞ്ചുണ്ടെന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് അങ്ങനെ വരാതിരിക്കാനുള്ള ശക്തമായ പ്രതിരോധം കെട്ടിപ്പടുത്ത, രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്ക് പാർലമെന്റിൽ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള പാർലമെന്റിലെ MP-മാർ എല്ലാവരും ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട MP-മാർ, പ്രിയപ്പെട്ട MLA-മാർ, പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെ MP, ഈ പരിപാടിയുടെയൊക്കെ തന്നെ മുഖ്യ സംഘാടകന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA, മഞ്ചേശ്വരത്തിൻ്റെ MLA, ജനങ്ങൾക്കൊപ്പം എപ്പോഴും നിൽക്കുന്ന നേതാവ് AKM അഷ്റഫ്, പ്രിയങ്കരനായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും, പേര് പറയണമെങ്കിൽ അത് തന്നെ 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് അവരെല്ലാം എന്നോട് ക്ഷമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ആദ്യം പറയേണ്ട ആളാണ് ഞാൻ വിട്ടുപോയത്, ക്ഷമിക്കണം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള, നമുക്ക് ഒരിക്കലും പേര് പറയാൻ വിട്ടുപോകാത്ത, നമ്മുടെ എല്ലാം ആവേശമായിട്ടുള്ള ശ്രീ K. സുധാകരൻ, പ്രിയപ്പെട്ട അധ്യക്ഷവേദിയിലെ മറ്റു ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ആരംഭിക്കുന്ന ഈ യാത്ര രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന യാത്രയാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി വീർപ്പുമുട്ടലും പൊറുതിമുട്ടലുമായിട്ട് ജനം നിൽക്കുന്നൊരവസ്ഥയാണ്. അത് UDFൻ്റെ പ്രവർത്തകർ മാത്രമല്ല, 2ാം തവണയും വിജയിപ്പിച്ച് അധികാരത്തിലേറ്റാൻ സഹായിച്ച ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് ഇതുപോലെ ഒരു സർക്കാർ വിരുദ്ധ വികാരം നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല, സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലത്താണ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡുകാർക്ക് ഫുട്ബോൾ കളിയിൽ വലിയ ഇഷ്ടമാണ്, വോളിബോൾ കളിയും ഉണ്ട്, എനിക്കറിയാം, ബാസ്കറ്റും കുഴപ്പമില്ല.
കളികളിലെല്ലാം മത്സരങ്ങളിൽ ക്വാർട്ടർ നടക്കും, സെമി ഉണ്ടാകും, ഫൈനൽ ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെമി വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ജയിക്കില്ല എന്ന് പലരും കരുതിയിരുന്ന പഞ്ചായത്തുകളിലേക്ക് പോലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ചുണക്കുട്ടന്മാരും നമ്മുടെ സഹോദരിമാരും വീറുള്ള സഹോദരിമാരും കടന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സെമി കഴിഞ്ഞു, ഫൈനലിലേക്കുള്ള ഒരു യാത്രയാണ് ഇനി നമുക്ക്. ഈ ഫൈനൽ മത്സരത്തിൽ നമ്മുടെ എതിരാളികളുടെ കയ്യിലുള്ള ആയുധങ്ങളെയെല്ലാം താഴെ ഇറക്കി, ആ ആയുധങ്ങളെല്ലാം നിഷ്പ്രഭമാക്കി ജയിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അന്തരീക്ഷം പാകപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ പാകപ്പെട്ട അന്തരീക്ഷത്തെ കുറച്ചുകൂടി സജ്ജമാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള UDFന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ട യാത്രയാണ് ഈ യാത്ര. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് പ്രാസംഗികന്മാരുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ കാലം വളരെയേറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളം മാറുമ്പോൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരടക്കം യുവതി യുവാക്കളടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്നവരടക്കം നിരാശയോടെ കേരളത്തെ നോക്കുന്നൊരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയും. പലരും അപ്പോൾ ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോകണം എന്നാഗ്രഹിച്ചു പോകും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം മാറുന്നതനുസരിച്ച് നാടുമാറാത്ത, കാലം മാറുന്നതനുസരിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മാറ്റാത്ത, കാലം മാറുന്നതനുസരിച്ച് തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയാത്തൊരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകും. ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്ന ഈ പേരുണ്ടല്ലോ, വിദ്യാസമ്പന്നരായിട്ടുള്ള പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്കും നിൽക്കാൻ പറ്റാത്ത ഇടമാണ് ഈ കേരളമെന്ന് അവർ സ്വയം ചിന്തിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം. ആരാണ് അതിന് ഉത്തരവാദി? 10 കൊല്ലക്കാലമായി ഈ നാട് ഭരിക്കുന്ന ഇടത് മുന്നണി സർക്കാരാണ് അതിന് ഉത്തരവാദി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ 10 കൊല്ലമായിട്ട് ഭരിക്കുന്നവർ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നവർ, എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നവർ ആദ്യം കൊടുക്കേണ്ട മറുപടി ഈ നൈരാശ്യത കൊണ്ട് നിൽക്കുന്ന യുവതലമുറയോടാണ് എന്നുള്ള കാര്യം ആധികാരികമായി പറയുന്നു. അതുകൊണ്ട് ഈ യാത്ര കേവലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് സമ്മാനിച്ച ദുരിതങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും പറയാൻ വേണ്ടിയുള്ള യാത്ര മാത്രമായിരിക്കില്ല. ഈ യാത്ര മാറുന്ന കാലത്തിനനുസരിച്ച് കേരളം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യമായിട്ടുള്ള തീരുമാനവുമായി ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനങ്ങളുടെ യാത്ര കൂടിയായിരിക്കും എന്ന് ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ചിലയിടത്ത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എൻ്റെയും ഇപ്പോൾ സതീശൻ്റെതായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒക്കെ തന്നെ എല്ലാ പ്രസംഗങ്ങളെയും തെറ്റായി കാണിച്ചുകൊണ്ട് ചില സോഷ്യൽ മീഡിയ പരാമർശങ്ങൾ ഞാൻ കണ്ടു. അടുത്ത ദിവസം UDF അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കും, ലൈഫ് വീട് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കും. ആര് പറഞ്ഞതായിട്ട്? KC വേണുഗോപാൽ. സ്വന്തമായിട്ടൊന്നും പറയാനില്ലാത്തവർക്ക് നുണ മാത്രം പ്രചരിപ്പിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ മക്കളെ നടക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഞങ്ങൾ അധികാരത്തിൽ വന്ന് നിങ്ങളെപ്പോലെയല്ല 2500 കൊടുക്കാമെന്ന് 5 കൊല്ലം മുമ്പേ പറഞ്ഞ്
സ്ഥാനമൊഴിയുമ്പോൾ പോലും 2000 വരെ എത്തിച്ച്, അതും തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എത്തിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലല്ലായിരിക്കില്ല ഞങ്ങൾ പറയുന്നത്. ഈ നാട്ടിൽ നടത്താൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ള തീരുമാനവുമായിട്ടായിരിക്കും. അതിൻ്റെ തീരുമാനം മാത്രമല്ല, നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യവുമായിട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയോ, UDF വന്നാൽ എന്തു ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഈ നാട്ടിൽ അവകാശങ്ങൾ കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. വിവരാവകാശം, വിവരാവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, വിവരമറിയാനുള്ള അവകാശം, ഈ എല്ലാ അവകാശങ്ങളും ഇന്ത്യയിലെ പൗരന്മാർക്ക് കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UPA ഗവൺമെന്റും എന്നുള്ള കാര്യം അഭിമാനപൂർവ്വം ഞങ്ങൾ പറയട്ടെ. ഈ കൊടുക്കുന്നതൊന്നും ഔദാര്യമല്ല. ആർ ശങ്കറിന്റെ കാലത്ത് തുടങ്ങിയതാണ് ക്ഷേമ പെൻഷൻ. ആർ ശങ്കറിന്റെ കാലത്ത് തുടങ്ങിയതാണ്. ഞങ്ങൾക്കത് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് പാവപ്പെട്ടവനുള്ള അവകാശമാണ്. പെൻഷൻ എന്ന് പറയുന്നത് പാവപ്പെട്ടവനുള്ള അവകാശമാണ്. ആ അവകാശം നിലനിർത്താൻ UDF പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങളുടെ പോലെ വാക്കൊന്നു പറഞ്ഞ് പ്രവൃത്തി വേറൊന്നായിരിക്കില്ല. പറയുന്ന കാര്യം നടപ്പിലാക്കാൻ അത് ഞങ്ങളുടെ പ്രകടന പത്രിക കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കേരളത്തെ മാറ്റാൻ വേണ്ടി പോകുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകും. ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ USP എന്ന് പറയുന്നത്, ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ, ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് പരസ്പരം ബഹളമുണ്ടാക്കി നിർത്താനല്ല, ഈ നാട്ടിലെ ജനങ്ങളെ, ഏകോദര സഹോദരങ്ങളെ ഒന്നിപ്പിച്ച് പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കാനുള്ള USP ആണ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ USP. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിർഭയമായി പാവപ്പെട്ടവന് വേണ്ടി, നീതി നിഷേധിക്കുന്നവന് വേണ്ടി, പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെയായി നിർഭയനായി പോരാടുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട് എന്നുള്ള അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരിക്കും ഞങ്ങളുടെ യാത്ര. മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു കഴിഞ്ഞ ദിവസം, 10 വർഷക്കാലം ആരും നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ശരിയാണ്, ശരിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കറക്റ്റല്ലേ? ആരും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടന്നില്ലേ? ആരും വിചാരിക്കാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ് ശരിയല്ലേ? നമ്മൾ ആരെങ്കിലും ധരിച്ചോ? ശബരിമലയിലെ ശ്രീകോവിലില്ല അയ്യപ്പൻ്റെ ഈ സ്വർണം കട്ടുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ പിന്തുണയോടെ ഉണ്ടാകും നമ്മൾ ആരും കരുതിയോ? മുഖ്യമന്ത്രി പറഞ്ഞത് അതാണ്. അത്ഭുതങ്ങൾ നടത്തിയ പാർട്ടിയാണ്. ദേവന്റെ സ്വർണം പോലും കട്ടുകൊണ്ടു പോകാനുള്ള സംരക്ഷണം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കരുതുന്നതാണോ? അതാരെങ്കിലും കരുതുന്നതാണോ? ഇപ്പൊ ഇവിടെ സണ്ണി ജോസഫ് ഇവിടെ സൂചിപ്പിച്ചു, KPCC അധ്യക്ഷൻ 100 ദിവസം കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായ ജാമ്യം കിട്ടും പ്രതികൾക്കെല്ലാം. ഓരോരാൾ ജാമ്യം നേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയിലിൽ 90 ദിവസം കിടന്നാലും പാർട്ടി നടപടി സ്വീകരിക്കില്ല. അവരുടെ SIT അറസ്റ്റ് ചെയ്ത് കുറ്റം കണ്ടെത്തി അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസം കഴിഞ്ഞാലും പാർട്ടി നടപടി സ്വീകരിക്കില്ല. 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യവുമാണ്. ഞങ്ങൾക്ക് ഹൈക്കോടതിയോട് ബഹുമാനമുണ്ട്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കേസ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നത് സത്യമാണ്. ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഈ കാര്യം മുന്നോട്ട് പോയത്. SITയിലും സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അവർക്കുമേലെ സമ്മർദ്ദങ്ങൾ ചെലുത്തി അതിൽ പെടേണ്ട പ്രതികളെയെല്ലാം പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള
ശ്രമങ്ങൾ ഈ കേസുണ്ടായ അന്നു മുതൽ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, CPM ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവരെ ആശ്വസിക്കുന്നുണ്ടാവും. ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യും. എന്തെങ്കിലും നീട്ടിക്കൊണ്ടുപോയാൽ രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ രക്ഷിക്കാം. മക്കളെ, അങ്ങനെ ഒരു ധാരണയും വേണ്ട. എത്ര നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഈ അമ്പലക്കള്ളന്മാരെ പിടിച്ച് എല്ലാവരെയും പിടിച്ച് അകത്താക്കുക എന്നുള്ളതായിരിക്കും UDFന്റെ ഗവൺമെന്റിന്റെ ആദ്യത്തെ നടപടി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങളിതിൽ പിന്നോട്ട് പോവില്ല. ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ, കള്ളന്മാരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറയാവുന്നതല്ല നിങ്ങൾ പറഞ്ഞോ. പക്ഷെ ഈ നാടിനറിയാം ആരാണ് ശബരിമലയിലെ സ്വർണം കക്കാൻ നേതൃത്വം കൊടുത്തത്, ആരാണ് അവർക്ക് സഹായം കൊടുത്തത്, ആരാണ് അവരെ സംരക്ഷിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പം രക്ഷപ്പെട്ടു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ള കാര്യം വിനീതമായിട്ട് അവരെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാകണമെന്നൊന്നും നമ്മളാരും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണോ എന്ന് ചിന്തിക്കുന്നത് കോൺഗ്രസ്സുകാരും ലീഗുകാരും RSPക്കാരും കേരള കോൺഗ്രസ്സുകാരും ഒന്നും മാത്രമൊന്നുമല്ല. ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമോ എന്ന് ചിന്തിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ഒഴുകിയ സഖാക്കളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ശരത് ലാലിൻ്റെയും കൃപാഷിൻ്റെയും പ്രിയപ്പെട്ട ജീവൻ നൽകിയ നാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. രണ്ട് ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ ഒരു തെറ്റും ചെയ്യാതെ ആ രണ്ടു യൗവനങ്ങളെ കുരുന്നിലെ ഇല്ലാതാക്കിയ രാഷ്ട്രീയ അക്രമ കാപാലികത്വത്തിന്റെ ഏറ്റവും ബീഭത്സമായ മുഖം കണ്ടവരാണ് പെരിയയിലെയും കാസർഗോഡിലെയും ജനങ്ങൾ, കോൺഗ്രസ്സുകാർ, UDFകാർ. ആ രാഷ്ട്രീയം, ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കിയ രാഷ്ട്രീയം, സ്വന്തം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ മാത്രമല്ല, സ്വന്തം പാർട്ടിക്കകത്ത് പോലും അഭിപ്രായം പറയുന്നവനെ ഇല്ലാതാക്കുക എന്ന രാഷ്ട്രീയം ഇന്നും CPM തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ നാട്ടിൽ പയ്യന്നൂരിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കാര്യങ്ങൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു. ഈ കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ പറയുന്നത്? കുഞ്ഞികൃഷ്ണനെ കുറിച്ച് എനിക്കറിയാം. എത്രയോ നാളായിട്ട് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, ഒരിക്കലും നട്ടല് വളയാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ. ഏത് കൊടുങ്കാറ്റ് ഇളകി വന്നാലും കമ്മ്യൂണിസം തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അന്ന് അദ്ദേഹത്തിന് പ്രായം കൂടി. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടപ്പോൾ, ആ അനുഭവങ്ങൾ കേൾക്കാൻ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലെ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാരൻ ഒഴുകി വന്നത് ചാനലിലൂടെ കണ്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുന്ന എവിടെയാണ്? ഞങ്ങളെക്കുറിച്ചൊക്കെ ആക്ഷേപം പറഞ്ഞവരുണ്ട്. ബംഗാളിൽ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ എല്ലാ സ്വത്തിൻ്റെയും ഏക അവകാശി എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇത് ഇവരുടെ പാർട്ടി ഓഫീസെല്ലാം ബംഗാളിൽ BJP ഓഫീസാണ്. ദീപാജിക്ക് നന്നായിട്ട് അറിയാം. ആ അവസ്ഥ ഉണ്ടായതെങ്ങനെയാണ്? ധാർഷ്ട്യം, ധിക്കാരം, സ്വന്തം പാർട്ടി പ്രവർത്തകന്റെ വികാരങ്ങളെല്ലാം ഇല്ലാതാക്കുക, എതിർ ശബ്ദങ്ങളെ തല്ലി ഒടുക്കിയ, അധികാരത്തിന്റെ അഹങ്കാരം മൂത്ത് സ്വന്തം പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും മറന്ന് വ്യത്യസ്തമായി പോകുന്ന ഒരു പാർട്ടിയായി അവിടെ മാറിയപ്പോഴാണ് ആ പാർട്ടിയുടെ പതനം അവിടെ ആരംഭിച്ചത്. അതറിയുന്നുകൊണ്ടായിരിക്കാം ഞാൻ രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ വോട്ട് 2 ഇലക്ഷനിലും കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ചില ബൂത്തുകളിൽ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ മരിച്ചവർ
പുനർജനിക്കുന്ന നാടാണ് കാസർഗോഡിൻ്റെ പല ബൂത്തുകളും നിങ്ങൾക്കറിയാം. എനിക്ക് ഇലക്ഷൻ ഓർമ്മയുണ്ടായി. പ്രേതാത്മാക്കൾ വന്ന് വോട്ട് ചെയ്യും അവർ ഇലക്ഷൻ സമയത്ത്. കാരണം അവരുടെ പേര് ഭരിച്ചവരുടെ പേരിലായിരിക്കും വോട്ട് ചെയ്യും. 99% പോളിംഗ്, 100% പോളിംഗ് ഒക്കെ അടക്കും. അത്തരം ബൂത്തുകൾ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ണിത്താൻ ഭൂരിപക്ഷം. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, ഇപ്രാവശ്യം കള്ളവോട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ കള്ളവോട്ട് ചെയ്യാൻ ഏൽപ്പിച്ചവനും ചെയ്ത വോട്ട് ആർക്കാണ്? സാക്ഷാൽ ഉണ്ണിത്താൻ കൈപ്പത്തിയിൽ. ഇത് ഉണ്ണിത്താനുള്ള സ്നേഹം കൊണ്ടല്ല, കോൺഗ്രസിനോട് സ്നേഹം കൊണ്ടല്ല. ഉറപ്പാണ് ഇത് ഈ പാർട്ടി രക്ഷപ്പെടണം എന്നുള്ള സിൻസിയറായിട്ടുള്ള ആഗ്രഹമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വോട്ടാണ് ആ വോട്ട്. കാരണം ഈ അഹങ്കാരവും ഈ ധിക്കാരവും ഇത് അനുവദിച്ചു കൊടുത്ത് മുന്നോട്ട് പോയി വീണ്ടും എങ്ങാനെങ്ങാനും ഇവർക്കൊരു ഭരണം വീണ്ടും കിട്ടിയാൽ ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് ഈ പാർട്ടി പോകുമെന്നുള്ള വേദന കൊണ്ടാണ് അവർ വിഷമത്തോടു കൂടിയിട്ടാണെങ്കിലും ആ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുന്നത്. അതാണ് പയ്യന്നൂരിലുണ്ടായത്. പക്ഷെ അവരതിനെ നേരിടുന്നത് എങ്ങനെയാണ്? ഇത് കോൺഗ്രസിൻ്റെ ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ഗൂഢാലോചനയാണ്. ഞങ്ങൾക്ക് ആവശ്യത്തിന് സമയം ജോലി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. CPM-ൻ്റെ ആഭ്യന്തര കുഴപ്പങ്ങളിൽ കയറി ഇടപെട്ടിട്ട് ആ പാർട്ടിയെ നന്നാക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും കോൺഗ്രസിനില്ല. പക്ഷേ നിങ്ങളുടെ ജോലി ഞങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നുണ്ട്. കാരണം എന്താ, ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങളുടെ സ്വന്തം അണികളിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം കൂടുന്തോറും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമേ എനിക്കവരോട് പറയാനായിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചെടുത്ത് അവസാനിപ്പിക്കുകയാണ്. കേരളം മാറ്റത്തിന് വേണ്ടി നിൽക്കുകയാണ്. കേരളം എന്നും മാറ്റത്തിന് വേണ്ടി നിന്ന നാടാണ്. ഇപ്പം ദേശീയ രാഷ്ട്രീയം ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കില്ല. പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമ്മുടെ ദേശീയതയെ കുറ്റപ്പെടുത്തുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പം കിടന്ന് പരുങ്ങുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആർമി ചീഫിന്റെ പുസ്തകത്തിൽ, സ്വന്തം പുസ്തകത്തിൽ, ചൈന ഇന്ത്യ ആക്രമിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന സേനാ മേധാവിയോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ ആരാ പറഞ്ഞത്? പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും. ചൈന വന്ന് ആക്രമിക്കാൻ വേണ്ടി അവൻ്റെ എല്ലാ ആയുധങ്ങളുമായി നിൽക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ നീങ്ങട്ടെ എന്ന് ചോദിച്ചതിനും മറുപടിയായിട്ട് 2 മണിക്കൂർ മറുപടിയില്ല. അവസാനം ഗത്യന്തരമില്ലാതെ വീണ്ടും കൊണ്ടുപോർ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോളാൻ പറയുന്ന അതാണ് 54 ഇഞ്ചുള്ള പ്രധാനമന്ത്രി. ഈ 54 ഇഞ്ച് പൊളിഞ്ഞ് പാളീസാവുന്ന കാഴ്ചയാണ് ഇപ്പം ഇന്ത്യ രാജ്യത്ത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നത് ആമ ഗവേഷണ കേന്ദ്രം ബഡ്ജറ്റിൽ. അറിയാമല്ലോ, മഞ്ചേശ്വരത്ത് ആമയുണ്ടോ എന്ന് എനിക്കറിയില്ല, കടലിൻ്റെ അടുത്ത് ഉണ്ടാവും. ആമ ഗവേഷണ കേന്ദ്രം ഒരു കാര്യത്തിൽ അവരാലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഗവൺമെൻറ് ആവശ്യം വരുമ്പം തല പുറത്ത് കാണിക്കുകയും ആവശ്യമുള്ളപ്പോൾ തല ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്ന സ്വഭാവമാണല്ലോ ആമക്കുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് ഒരു പ്രതീകാത്മകമായിട്ട് കേരളത്തിന് വേണ്ടി കൊടുക്കാവുന്ന ഒന്നാണ് എന്ന് ചോദിച്ചവർ ചെയ്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെ കേരളത്തെ അപമാനിച്ചൊരു ബഡ്ജറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ അപമാനിച്ച ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ല. കേരള ജനതയോട് ഇൻസൾട്ട് ചെയ്യാൻ നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ MP-മാർ പറഞ്ഞു, മുദ്രാവാക്യം വിളിച്ചു. കേരളം ഇന്ത്യയിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ. ഇത് ഞങ്ങൾ മാത്രം ചോദിച്ചതല്ല, ഓരോ കേരളീയനും അന്ന് മനസ്സിൽ തോന്നിയ ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന്. അതുപോലെ നമുക്കെതിരായിട്ട് നിന്ന ഒരു ബഡ്ജറ്റായിരുന്നു ഈ ബഡ്ജറ്റ്. ഇതിനെതിരായിട്ട് ശക്തമായ പോരാട്ടം നമ്മൾ പാർലമെന്റിലും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം, ഒരു സംശയവും വേണ്ട. ഇതാരുടെ ഔദാര്യമല്ല, നമ്മൾ കൊടുക്കുന്നുണ്ട് നികുതി ഇന്ത്യ രാജ്യത്തിന്. ആ നികുതിക്കനുസരിച്ച് നമുക്ക് പദ്ധതി തരേണ്ടത് ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ഈ അവകാശം പോലും തരാൻ നരേന്ദ്രമോദി കനിയുന്നില്ല എന്ന് വന്നാൽ അത് പിടിച്ചു വാങ്ങാൻ ഉള്ള ആണത്തമുള്ള സർക്കാരായിരിക്കും 3 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നതെന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടവും നമ്മൾ ശക്തിപ്പെടുത്തും. രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെതിരായി ശക്തിപ്പെടുത്തും. ഒപ്പം നാട്ടിൻ്റെ പുരോഗതിയും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമഗ്ര പരിപാടിയുമായി മുന്നോട്ട് പോകും. ഈ യാത്ര
നിയോജക മണ്ഡലങ്ങൾ താണ്ടി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു സംശയവും വേണ്ട, കേരളം ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യ മുന്നണിയിൽ പിന്നിൽ അണിനിരക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കും. പിന്നീട് പോകുന്നത് കേരളത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസം UDF-ന്റെ മുഖ്യമന്ത്രി മന്ത്രിമാർ അധികാരമേറ്റെടുക്കുന്ന കാര്യത്തിലേക്കായിരിക്കും. അതിന് തുടക്കം കുറിക്കുന്ന ഉജ്ജ്വലമായ ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്ത പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിക്കും. പ്രിയങ്കരായ നേതാക്കളെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അഭിസംബോധനയും പേരൊന്നും പറയുന്നില്ല. പറയാൻ നോക്കിയാലൊക്കെ സ്വയ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അനുമറ്റുണ്ട്. ഉദ്ഘാടകൻ KC പറഞ്ഞു, ശ്രീ സതീശൻ്റെ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോഴേക്ക് കേരളത്തിലൊരു പുതുയുഗം പിറക്കും എന്ന്. അത് പിറക്കും, അതിനുള്ള എല്ലാ പിന്തുണയുമായി ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയലാണ് എൻ്റെ ഡ്യൂട്ടി. ഈ യോഗത്തിൽ ബഹുമാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ സംസാരിക്കേണ്ടതായിരുന്നു, കണ്ണൂരിൽ പ്രസംഗിക്കും, ഇന്ന് പറ്റിയില്ല. ഉറച്ച കാൽവെപ്പുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങളൊക്കെ, ഈ ഘടകകക്ഷികൾ, ഞങ്ങൾ നേതാക്കളെല്ലാവരും ഇവിടെയുണ്ട്. ഈ ജാഥ KC ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സെമി ഫൈനൽ ജയിച്ച ടീമിൻ്റെതാണ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ കാണാൻ ധാരാളം വമ്പിച്ച ജനക്കൂട്ടം ഇന്നിവിടെ വന്നു കൂടിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ഫൈനൽ കാണാൻ അത്. കാണികളോട്, ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിരാശപ്പെടേണ്ടി വരില്ല. കപ്പും കൊണ്ട് ഞങ്ങൾ പോവും, യാതൊരു സംശയവും വേണ്ട. ഇതിന് മുമ്പിലൊരു ജാഥ പോയിരുന്നു. കാര്യമായിട്ട് കണ്ടത് ബംഗാളിൽ നിന്ന് വന്നവരെയാണ്, യാത്രയിലൊക്കെ കണ്ടവരെയാണ്. കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ ആളുണ്ടാവുക? എല്ലാം പൊറുക്കാമായിരുന്നു, പക്ഷെ അത് പൊറുക്കാൻ പറ്റൂല. ഏതാത് അയ്യപ്പൻ്റെ പൊന്നു കൊണ്ടുപോയത് പൊറുക്കാൻ കഴിയൂല. പൊന്നു മക്കളെ, അത് ഈ കേരളത്തിലെ ജനങ്ങൾ മാപ്പ് വരും. ഒന്നല്ല, ഒന്നിലധികം പ്രാവശ്യം. ഇതിനു മുമ്പും പരമ്പരാഗതമായുള്ള ജനങ്ങൾ ആദരിക്കുന്ന അയ്യപ്പ നിന്ദ ഉണ്ടായപ്പോൾ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ പ്രതികരിച്ചു. ഇപ്പോൾ വീണ്ടും ഈ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു. നേരത്തെ ഇവിടെ വന്നപ്പോൾ ശ്രീ മുരളീധരൻ പ്രസംഗിക്കുന്നത് കേട്ടു, പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ഇനി നമുക്കൊന്ന് മാറ്റി പാടാം. പോറ്റിയെ ഇറക്കിയേ എന്ന് പാടേണ്ട സ്ഥിതിയായി. എന്തൊരു ക്രൂരതയാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യാവോ? ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, മുമ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകളുണ്ട്. ശ്രീ സതീശൻ ഈ ജാഥയുടെ ക്യാപ്റ്റൻ, 10-25 വർഷകാലം അസംബ്ലിയിൽ ഇരുന്ന ആളാണ്. എല്ലാം വളരെ പ്രാഗൽഭ്യത്തോടു കൂടി പറയുന്ന ആളാണ്. ആർക്കാ തിരിയാത്തത്? ആർക്കാ മനസ്സിലാവാത്തത്? നിങ്ങളത് ഒതുക്കി തീർക്കുകയാണ് എന്നുള്ളത്. ആ ഒതുക്കി തീർക്കുന്ന വിദ്യയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊരു പുതിയ യുഗം പിറക്കുക തന്നെ വേണം. എല്ലാം ബുദ്ധിമുട്ടിലാണ്, ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടിലാണ്. കാസില്ല. നിയമസഭയിലൊക്കെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. വല്ലതിനും വല്ല മറുപടിയുണ്ടോ? ഞങ്ങൾ ഭരിച്ചിരുന്ന, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന, ആന്റണി ഭരിച്ചിരുന്ന, ഞങ്ങളുടെ UDF ഗവൺമെൻറ്റുകൾ ഭരിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ നേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ അസംബ്ലിയിൽ എണീറ്റെന്ന് ചോദിച്ചു, ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടോ? ഞങ്ങളതല്ലാതെ നിങ്ങളതായി
നിങ്ങളുണ്ടാക്കിയ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചേമ്പ് വായി കുടുങ്ങിയതുപോലെ ബബ്ബാറിനെ അവിടെ അവസാനിപ്പിച്ചു, മറുപടി ഉണ്ടായി. അപ്പോൾ ഇതാണ് കേരളത്തിലൊരു പുതുയുഗ പിറവി ആവശ്യം. ഈ സ്റ്റേറ്റ് ഇങ്ങനെ പോകാൻ പാടില്ല. ഇവിടുന്ന് കുട്ടികൾ നാട് വിടുകയാണ്, പഠിക്കാൻ ഇവിടെ നിൽക്കുന്നില്ല. എങ്ങനെ നിൽക്കും? നേരത്തെ ഇവിടെ KC ഉദ്ഘാടന പ്രസംഗത്ത് പറഞ്ഞില്ലേ, വിദ്യാലയങ്ങളിൽ ക്യാമ്പസുകളിൽ ഒക്കെ നടക്കുന്ന കാര്യം. അവിടെ എങ്ങനെ പുതിയ തലമുറ നിൽക്കും? അവർക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായ ക്യാമ്പസ് വേണം, പഠിപ്പ് വേണം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ പരിപാടിയുണ്ട്, ചെയ്ത് കാണിച്ചു തരാം. UDF വന്നാൽ മലയോര കർഷകർ അവർക്കറിയാം, ദിവസം ആന ചവിട്ടിക്കൊല്ലുക, സിംഹം പിടിക്കുക, പുലി പിടിക്കുക, അങ്ങാടി കൂടി ആട് പോകുന്ന പോലെ ആന മേഞ്ഞു നടക്കുക. ഇന്നതൊരു വാർത്തയല്ലാതായി മാറി. ഇത് ഈ കേരളത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ പരിപാടിയുണ്ട്. പണമില്ല എന്ന് പറയുന്നു, പണമുണ്ടാവും. അതിന് ഉള്ള കഴിവ് ഞങ്ങൾ പ്രകടിപ്പിക്കും. അങ്ങനെ ഓരോന്നും എടുത്തോളൂ, തീരദേശം എടുത്തോളൂ, നാടെടുത്തോളൂ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിവിടെ പരിചയമല്ലേ. അന്നൊന്നും സാധിക്കാത്തത്, അന്നൊന്നുമില്ലാത്ത ദാരിദ്ര്യം ഇവിടെ എങ്ങനെ വന്നു? അന്നൊന്നുമില്ലാത്ത ഈ പാപ്പറായ കേരളം, ഒന്നും ചെയ്യാൻ പറ്റാത്ത കേരളം, ഇതിൻ്റെ ഖജനാവ് എങ്ങനെ ഇങ്ങനെ കാലിയായി? ഏതിലെയൊക്കെയാണ് ചോരുന്നത്? ഞാനിപ്പോൾ ഈ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒരുപാട് പറയേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഘടകകക്ഷി നേതാക്കന്മാരൊക്കെ പിറകിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ ഉറപ്പിച്ച് പറയുന്നു, സെമി ഫൈനൽ ജയിച്ചെങ്കിൽ ഫൈനലിൽ ഞങ്ങൾ കപ്പടിക്കും. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. പുതുയുഗ പിറവി ഉണ്ടാവും. പുതിയൊരു യുഗം പിറക്കണം. ശ്രീ സതീശൻ ഈ ജാഥ നയിക്കുന്നത് അതിന് തന്നെയാണ്. കേരളീയർക്ക്, അവരുടെ കുട്ടികൾക്ക്, അവരുടെ ഭാവി തലമുറക്ക്, അതുപോലെ തന്നെ ഈ മലയാളി ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റായ, ഏറ്റവും എഡ്യൂക്കേറ്റഡായ, ഏറ്റവും അധികം ലോകത്ത് നിറഞ്ഞ് എല്ലാ കഴിവും പ്രകടിപ്പിക്കുന്ന മലയാളികൾക്ക് ഈ 10 വർഷം കണ്ട ഭരണം അത് അവരർഹിക്കുന്നില്ല, അവർക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ കാത്തിരുന്നോളി. നിങ്ങളുടെ ടൈം അവസാനിപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങളുടെ സമയമാണ്. യാത അവിടെ എത്തുമ്പോൾ അത് കഴിഞ്ഞ് അധികം വൈകാതെ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, കേരള കോൺഗ്രസ് ചെയർമാൻ ശ്രീ PJ ജോസഫ് സാർ സംസാരിക്കും. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ ശ്രീ KC വേണുഗോപാൽ, ഈ ജാഥ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരുടെ, KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, മുൻ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, ഈ അധ്യക്ഷ ബഹുമാനപ്പെട്ട ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ അധ്യക്ഷവേദിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, ഒരു യുഗം പിറക്കാൻ പോകുന്നു. കഴിഞ്ഞ 10 കൊല്ലമായി ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ച ഒരു മുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കാൻ പോകും. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആ പാർട്ടിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. പയ്യന്നൂരിൽ നടന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകം ആയിരക്കണക്കിന് മിനിറ്റുകൾക്കുള്ളിൽ വിറ്റുപോയി. ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഇടതുപക്ഷത്തുള്ളവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. കാരണം പാർട്ടിയെ രക്ഷിക്കാനത് ആവശ്യമാണ്. ഇവരധികാരം ഒഴിയണം. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മലയോരത്തും തീരദേശത്തും എല്ലാം നടന്ന സമരങ്ങൾ, പതിവ് ചട്ടങ്ങളനുസരിച്ച് പട്ടയം കൊടുക്കാതെ ജനങ്ങളെ കബളിപ്പിച്ചവർ, 250 രൂപ
റബ്ബറിന് പ്രഖ്യാപിച്ചതിന് ശേഷം അതേപ്പറ്റി ഇത്തവണ ഒന്നും പറയാത്തവർ, എല്ലാ കാര്യങ്ങളിലും വാഗ്ദാന ലംഘനം മാത്രമാണുള്ളത്. ഈ വാഗ്ദാന ലംഘനങ്ങൾ നടത്തിയവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഐക്യജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. കേരളത്തിലുടനീളം പ്രതിപക്ഷ നേതാവിന് സ്വീകരണം കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. തിരുവനന്തപുരത്തെത്തുമ്പോൾ അതിശക്തമായ ഒരു ശബ്ദം, സന്ദേശം വരും. ഈ യുഗം അവസാനിച്ചിരിക്കുന്നു, പിണറായി വിജയൻ്റെ യുഗം അവസാനിച്ചിരിക്കുന്നു, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്നു. അതിനെല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കും. അടുത്തായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ഈ ജാഥയുടെ ക്യാപ്റ്റൻ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, പ്രിയങ്കരനായ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, പ്രിയങ്കരനായ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ PJ ജോസഫ്, RSP നേതാവ് ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ CP ജോൺ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് നേതാക്കളെ, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് അടക്കമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര ചരിത്രമുറങ്ങുന്ന ഈ കുമ്പളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ കുമ്പളയ്ക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ കുമ്പള ഗാന്ധി എന്ന ആ വലിയ മനുഷ്യനെ ഓർക്കാതെ നമുക്ക് കടന്നു പോകാൻ സാധ്യമല്ല. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കുമ്പള ഗാന്ധിയുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ യാത്രയുമായി തിരുവനന്തപുരത്തേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരത്തിൻ്റെ കുത്തൊഴുക്കാണ് നമ്മളിവിടെ കാണുന്നത്. നാട്ടിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കേരളം ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. 10 വർഷം കൊണ്ട് കേരളം ഭരിച്ചു മുടിച്ച ഈ ഗവൺമെന്റിൽ നിന്ന് കേരളം ഒരു മോചനം ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, ചേലക്കര ഒഴിച്ച് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ ജയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉജ്ജ്വലമായ വിജയമുണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2010 വിജയം നമ്മൾ ആവർത്തിച്ചു. ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കേരളം അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട, പാർട്ടിക്ക് വേണ്ടി മാത്രം ഭരിച്ച, ഒരു വികസനവും എത്തിക്കാത്ത ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് വികസനം കേരളത്തിലുണ്ടായി? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം പദ്ധതി, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പദ്ധതികൾ നടപ്പാക്കിയ ആ UDF ഗവൺമെന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? സാമ്പത്തിക തകർച്ചയിലേക്ക് കേരളത്തെ എത്തിച്ചു. കയ്യിൽ ഒരു പൈസ പോലും എടുക്കാൻ നിവർത്തിയില്ലാത്ത നിലയിൽ എത്തിച്ചു. ആകെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹകരണ ബാങ്കിന്റെ കയ്യിലുള്ള പണം കവർന്നെടുക്കുകയാണ്. സഹകരണ ബാങ്കിന്റെ പണം കവർന്നെടുത്താൽ മാത്രമേ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന നിലയിലാണ് ഇന്ന് കേരളം.
ഉമ്മൻചാണ്ടി EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചപ്പോൾ കേരളത്തിന്റെ പൊതുക്കടം 1 ലക്ഷം കോടി. 10 വർഷം കൊണ്ട് അത് 6.5 ലക്ഷം കോടിയായി അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കടമെടുത്ത് കേരളത്തെ കടക്കണിയിലാക്കിയ ഗവൺമെന്റാണിത്. ഒരു വികസനവും ഉണ്ടാകുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ സമഗ്ര വികസനം ഉണ്ടാകും. ഇവിടെ നിക്ഷേപങ്ങൾ വരും. വിദേശ നിക്ഷേപങ്ങളും കേരളത്തിലേക്ക് ഒഴുകും. അതോടൊപ്പം തന്നെ സ്വകാര്യ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരും. ഈ കേരളത്തിന്റെ മുഖച്ഛായയ്ക്ക് ഞങ്ങൾ മാറ്റം വരുത്തും. പുതിയ വ്യവസായങ്ങൾ ഇവിടെ വരും. കാർഷിക രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ കുട്ടികൾ ഇന്ന് വിദേശത്തേക്ക് പലായനം ചെയ്യുന്നു. ആ വിദേശത്തേക്ക് പലായനം ചെയ്യുന്ന നടപടി അവസാനിക്കും. നമ്മുടെ ചെറുപ്പക്കാർക്ക് മാന്യമായി പഠിക്കാൻ, അന്തർദേശീയ നിലവാരമുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം കേരളത്തിലുണ്ടാകും. മാന്യമായി ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കാനുള്ള അവസരം നമ്മളിവിടെ ഉണ്ടാക്കും. 10 വർഷം കൊണ്ട് കേരളത്തെ ഒരു ഓൾഡ് ഏജ് ഹോമാക്കി മാറ്റിയ ഗവൺമെന്റാണ് ഇവിടെ കേരളം ഭരിക്കുന്നത്. നാട്ടിൽ വികസനമുണ്ടായി എന്ന് പറയുന്നവർ ആരെ കബളിപ്പിക്കുകയാണ്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വികസനത്തിന്റെ പാതയിലൂടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള അവസരമുണ്ടാകും. സർവകലാശാലകളിൽ പഠനമുണ്ടാകും. കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ടാകും. എന്നീ നാട് മുടിച്ച് എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ ഒരു മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്നു. കേരളത്തിന് സമഗ്ര വികസനമായിരിക്കും നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ടാണ് ഈ യാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. കൊള്ള നടത്തിയ ആളുകൾ, ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവർ ഇന്ന് ഓരോരുത്തരായി ജയിലിൽ നിന്ന് പുറത്തു വരികയാണ്. ജാമ്യം കിട്ടുകയാണ്. മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയിട്ടും ജാമ്യം കിട്ടാത്തവർ ഒരു വക്കീലിന്റെ സഹായവുമില്ലാതെ 90 ദിവസം കഴിഞ്ഞപ്പോൾ കുറ്റപത്രം കൊടുക്കാത്തതിന്റെ പേരിൽ ജാമ്യം കിട്ടി പുറത്തു വരുന്നു. ഇനിയും CPMന്റെ 4 നേതാക്കന്മാർ കൂടി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ശബരിമല കേസ് അട്ടിമറിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? താൽക്കാലികമായ കുറ്റപത്രം കൊടുത്തത് കൊണ്ടാണ്. അവർക്ക് വേണമെങ്കിൽ താൽക്കാലികമായ കുറ്റപത്രം കൊടുക്കാമായിരുന്നു. അത് കൊടുക്കാതെ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഗവൺമെന്റ് കൊടുക്കാത്തത് കൊണ്ട്, മാത്രമല്ല കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കാത്തത് കൊണ്ട് ജാമ്യം കിട്ടി പുറത്തു പോകുന്ന പാർട്ടി നേതാക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, അടുത്തത് കേരളത്തിൻ്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപ മാഡം സംസാരിക്കും. അതിനുശേഷം ജാഥയുടെ നായകൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രസംഗവുമുണ്ട്. അതിനുശേഷം നമുക്ക് പിരിയാം. മാഡത്തെ ക്ഷണിക്കുന്നു. ദീപാജി, പ്ലീസ് അഡ്രസ് ദ ഗാദറിംഗ്. Respected leader, General Secretary Organization AICC, KC Venugopal ji, Kerala Congress President Sunny Joseph ji, Pratipaksh Neta VD Satishan ji, Kunyali Kutti ji, Shibu Baby John ji, CP John ji, Prem Chandran ji, Joseph ji, our MP Raj Mohan Unnithan ji, our DCC President Faisal ji,
AICC Secretary Mansoor Ali Khan ji, our former KPCC President Sudhakaran ji, Muralidharan ji, Ramesh Chennithala ji, our working committee colleague Kodigunal Suresh ji, all the leaders staying on the stage, the leaders here, and the workers who are our heart, who are our strength. I welcome all of you in this UDF Jada. I first want to congratulate you for the victory in the local body in Kasaragod district. At the same time, this UDF Jada, which is starting from this Manjeshwar and going up to the end till Tiruvananthapuram, this Jada will definitely bring back the glory of Congress and UDF in Kerala. We are all united. Nobody can question. Some media may ask questions, but you all know and see. In the last local body, we all were together, united, and today we stand together as united front of democratic front of Kerala. People of Kerala is looking for a change of this LDF government, the Pinarayi Vijayan government, who has not given anything to the youth, to the women, to the workers, to the farmers. People all are ready for the change. We are ready. Are you ready? Raise your hands to change for the government. I am from Bengal. Whenever you go for a protest, any agitation, any struggle, any agony, you will find me as a sister, a fighter from Bengal along with you. I will stand, I promise. Thank you so much. Jai Hind. I wish all the best for this Jada leader, our Satishanji Pratipaksh Neta, and all the UDF leaders sitting over here. Thank you. Jai Hind. പ്രിയമുള്ളവരെ, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സംസാരിച്ചതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം. ആദരണീയരായ നേതാക്കൾ, ഈ ജാഥയ്ക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ബാങ്ക് കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. PV അൻവർ ഒറ്റ വാക്കിൽ ആശംസ നൽകി. അൻവർ വേഗത്തിൽ. നമസ്കാരം. ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റൻ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവറുകളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കളെ,
കേരളത്തിൻ്റെ ഒരു പുതുയുഗത്തിന് വേണ്ടി നഷ്ടപ്പെട്ടു പോയ കേരളത്തിൻ്റെ മതേതര കേരളം തിരിച്ചെടുക്കാൻ ടീം UDF നടത്തുന്ന ഈ മുന്നേറ്റ യാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ജാഥ അവസാനിക്കുന്നതോടുകൂടി കേരളത്തിൽ പിണറായിസവും മരുമോനിസവും അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കാൻ ജാഥ ക്യാപ്റ്റന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ശ്രീമതി CK ജാനു നമ്മളോടൊപ്പമുണ്ട്, സ്റ്റേജിലുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഈ ജാഥയുടെ നായകൻ, പുതുയുഗ യാത്രയുടെ നായകൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, വേദിയിലും സദസ്സിലുള്ള ഏറ്റവും ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മളൊരു പുതുയുഗ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഒരു ദുർഭരണത്തിൻ്റെ ഒരു കാലത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പുതിയ ഒരു യുഗത്തിന് നമ്മൾ തിരശ്ശീല ഉയർത്തുകയാണ്. കേരളത്തിൽ കഴിഞ്ഞൊരു ദശാബ്ദക്കാലം കൊണ്ട് കേരളത്തിൻ്റെ സകല മേഖലകളിലും തരിപ്പണമാക്കി മാറ്റിയ ഒരു സർക്കാരിനെതിരായ ജനരോഷം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇരമ്പി മറിയുകയാണ്. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ സർക്കാരിനെ നമ്മൾ രൂക്ഷമായി വിമർശിച്ചു. ഗവൺമെന്റിന്റെ തെറ്റുകൾ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി നമ്മൾ UDF ജനങ്ങളുടെ മുൻപാകെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു ഈ സർക്കാരിനെതിരായി. ആ കുറ്റപത്രം ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടു. അവർക്ക്, പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു ജനങ്ങളുടെ കോടതി. കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും തിളക്കമാർന്ന ഭൂരിപക്ഷം UDFന് നൽകിക്കൊണ്ടാണ് ജനങ്ങൾ ശിക്ഷ വിധിച്ചത്. നമുക്കറിയാം, നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഇനി നമ്മൾ വെറും പ്രതിപക്ഷമല്ല. ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന മുന്നണിയാണ്. ഇനി നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത്, അവിടെയെല്ലാം ടീം UDFന്റെ സർക്കാർ എന്ത് ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇവർ പരാജയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ UDF വരികയാണ്. അതുമാത്രമല്ല, കേരളത്തിലെ വരാനിരിക്കുന്ന തലമുറയെ, അവരെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള സ്വപ്ന പദ്ധതികളുമായി UDF വരികയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും ചെയ്യാത്തതുപോലെ ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷം സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ അജണ്ട വേറൊന്നുമല്ല, ഈ കേരളത്തിന്റെ ഭാവിയാണ്. രാഷ്ട്രീയം പറയും, നമ്മൾ പറയേണ്ട സ്ഥലത്ത് രാഷ്ട്രീയം പറയും, മറുപടി കൊടുക്കേണ്ടടുത്ത് കൃത്യമായ മറുപടി പറയും. അതിനേക്കാൾ നമുക്ക് പ്രധാനം വരാനിരിക്കുന്ന തലമുറയാണ്.
നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക് ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയുന്ന, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അവർക്ക് വിദേശത്ത് പോയി പഠിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് പുറത്തു വന്നാൽ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ 2 വർഷക്കാലമായി UDF ഈ രാജ്യത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിലെ പ്രഗത്ഭരുമായി, വിദഗ്ധരുമായി ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത വലിയ പദ്ധതികളാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു, ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇവര് തകർത്ത് കളഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ആ സമ്പദ് വ്യവസ്ഥയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് പരിപാടിയാണെന്നാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഈ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ ഇക്കോണമി ഷൂട്ടപ്പ് ചെയ്യും, ഖജനാവ് നിറയ്ക്കും. പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവിൽ പണമുണ്ടാകും. വികസന പരിപാടികൾ നടത്താൻ, ജനക്ഷേമ പരിപാടികൾ നടത്താൻ, സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ, അവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ, അവന്റെ സങ്കടങ്ങൾ അവസാനിപ്പിച്ച് അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തും. നമ്മൾ പറഞ്ഞു, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയല്ലേ? ഞാൻ എവിടെ നിന്നാ സംസാരിക്കുന്നത്? പണ്ടൊരു മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങിയതാണ്. 10 കൊല്ലമായി കാസർഗോഡത്തെ മെഡിക്കൽ കോളേജിൽ OP മാത്രമേ ഉള്ളൂ. ആണോ? അവിടുത്തെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്. എന്ത് മെഡിക്കൽ കോളേജാ? UDF വരുമ്പോൾ ഈ വെന്റിലേറ്ററിലായി പോയ ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്താൻ വെറുതെയല്ല, നമ്മൾ ഹെൽത്ത് കമ്മീഷനെ വെച്ചു. ഡോക്ടർ SS ലാലിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടാണ് UN-ലെ. നിരവധി ഡോക്ടർമാർ ഹെൽത്ത് കോൺക്ലേവ് നടത്തി നമ്മളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റ് കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തെ മാറ്റി എഴുതും. ഈ ജാഥയുടെ ഇടയിൽ നമ്മൾ ആ ഡോക്യുമെന്റ് ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കും. 10,000-കണക്കിന് കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ പോക്ക് പോയാൽ നമ്മൾ പറഞ്ഞു, കേരളം 5 വർഷത്തിനകം വൃദ്ധസദനമായി മാറും. ഈ കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ കുഞ്ഞുങ്ങളെ, പുറത്തേക്കൊക്കെ പോകുന്നവർ പോകട്ടെ, പക്ഷെ ഇങ്ങനെ ബൾക്കായി പോകാൻ പാടില്ല. അവർക്ക് പഠിക്കാൻ ഇവിടെ പ്രോഗ്രാം ഉണ്ടാകും, അവർക്ക് പഠിക്കാൻ ഇവിടെ നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകും. അത് കഴിഞ്ഞിറങ്ങിയാൽ ഇവിടെ തൊഴിലുണ്ടാവും. ആ തൊഴിൽ മേഖലയെ മെച്ചപ്പെടുത്താൻ, വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ നമ്മൾ ഡോക്ടർ അച്യുത് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ടീം, നിരവധി മുൻ വൈസ് ചാൻസലർമാരുള്ള ഒരു ടീം വർക്ക് ചെയ്യുകയാണ്. ആ ഡോക്യുമെന്റ് നമ്മൾ കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. ഞാൻ എല്ലാ കാര്യവും പറയുന്നില്ല. ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ തലമുറയ്ക്ക് കേരളത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടാകുന്ന തരത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റങ്ങൾക്കാണ് UDF തുടക്കം കുറിക്കുന്നത്. അതാണ് ഒരു പുതുയുഗത്തിന്റെ തിരശീല ഉയരുകയാണ്. എല്ലാ രംഗത്തും മാറ്റമുണ്ടാകും. ലോകം മാറുന്നത് അനുസരിച്ച് ഈ കേരളത്തിൽ മാറ്റമുണ്ടാകും. അതാണ് UDF-ന്റെ വാക്ക്. വെറുതെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളല്ല. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച്, പാരിസ്ഥിതികമായ കാര്യങ്ങൾ പരിശോധിച്ച്, സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റ് പ്രോജക്റ്റുകളാണ് ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. സ്വപ്ന പദ്ധതികൾ. സ്വല്പ സസ്പെൻസിലിരിക്കട്ടെ, 30 ദിവസമുണ്ട്. നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന പദ്ധതികൾ ഞാൻ പറയുന്നു. ഉറപ്പായി ഈ തെരഞ്ഞെടുപ്പിൽ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ. അവരാണ് നമുക്ക് ഏറ്റവും വലുത്. ആ കുഞ്ഞുങ്ങളാണ് നമുക്ക് പ്രിയപ്പെട്ടവർ.
അവരുടെ കേരളം ഈ കേരളമായിരിക്കില്ല. അവരുടെ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ കൊച്ചുമക്കളുടെ കേരളം, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കേരളമാണ് UDF വാഗ്ദാനം ചെയ്യുന്നത്. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കണം. എന്താണ്? എൻഡോസൾഫാൻ ഇരകൾ ഇവിടെ വന്ന് പണ്ട് മുഖ്യമന്ത്രി 10 കൊല്ലം മുമ്പ് അവരെ കെട്ടിപ്പിടിച്ചതാണ്. ഇപ്പോഴും 1031 പേർ 2024 നിയമസഭയിൽ പ്രഖ്യാപിച്ച ആ പാവങ്ങൾ ഒരാനുകൂല്യവും കൊടുത്തിട്ടില്ല. അതിനുശേഷം നിരവധി എൻഡോസൾഫാൻ ഇരകൾ വന്നു. അവർക്കാർക്കും ഒരു ആനുകൂല്യവുമില്ല. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? ഒരു ചികിത്സാ സൗകര്യം പോലും ഈ കാസർഗോഡില്ല. ഉണ്ടോ? അടയ്ക്ക കർഷകർ സങ്കടത്തിലാണ് കാസർഗോഡ്. അവരെ ഒന്ന് താങ്ങി നിർത്താൻ, അവരെ ഒന്ന് സഹായിക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ചെറുവിരൽ അനക്കിയോ ഈ ഗവൺമെന്റ്? ചെയ്തില്ല. വന്യജീവി ആക്രമണം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. ഈ ജില്ലയിൽ ഉൾപ്പെടെ ആന ചവിട്ടിക്കൊന്നോ? കഷ്ടമായി പോയി. അതാണ് വനം മന്ത്രി പറയുന്നത്. ഇവിടെ റോജി എം ജോൺ ഇരിക്കുന്നുണ്ട്. റോജി എം ജോൺ പണ്ട് പറഞ്ഞു, ആനയ്ക്ക് മയക്കുവെടി വെച്ചപ്പോൾ കൊണ്ടത് ആനയ്ക്കല്ല മന്ത്രിക്കാണെന്ന്. മിണ്ടാട്ടയില്ല, ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. പണവും കൊടുക്കുന്നില്ല, പണമില്ല, ഒന്നും ചെയ്യുന്നില്ല. മരിച്ചവരുടെ വീട്ടുകാർക്ക് പോയി. ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത ഒരു ഗവൺമെന്റ്, വിധിക്ക് വിട്ടുകൊടുത്തൊരു ഗവൺമെന്റ് എവിടെ പോയി? കാസർഗോഡ് പാക്കേജ് ശ്രീ രമേശ് ചെന്നിത്തല പണ്ടിവിടെ സമരം നടത്തിയതാണ്. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 2022 300 കോടി പ്രഖ്യാപിച്ചു. ചെലവാക്കിയിട്ടില്ല, ഒന്നും ചെലവാക്കിയിട്ടില്ല. പാക്കേജാണ്. തീരപ്രദേശത്ത് ജനങ്ങൾ വറുതിയിലാണ്. ഈ വർഷം കാണുന്ന വീട് മൺസൂൺ കഴിയുമ്പോൾ കാണില്ല. തീരപ്രദേശത്ത് തീര ശോഷണമാണ്. 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. പല വട്ടമായി ഗവൺമെന്റ്. ഞങ്ങൾ എഴുതി ചോദിച്ചു, എത്ര രൂപ ചെലവാക്കി? വട്ട 0. 12,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് ഒരു പൈസയും ചെലവാക്കിയിട്ടില്ല തീരപ്രദേശത്ത്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും, തേങ്ങ സംഭരണം, നാളികേരത്തിന്റെ സംഭരണം നടന്നില്ല. റബ്ബറിന് വില കൂട്ടിക്കൊടുത്തില്ല. കാർഷിക മേഖല മുഴുവൻ തകർന്നു. ആരോഗ്യ മേഖലയെ, വിദ്യാഭ്യാസ മേഖലയെ, കാർഷിക മേഖലയെല്ലാം രക്ഷിക്കാൻ, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, വ്യവസായ മേഖലയെ, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളെ എല്ലാം മാറ്റിയെഴുതാൻ, കേരളത്തിന്റെ കഥ തന്നെ മാറ്റിയെഴുതാൻ ആണ് UDF വരുന്നത്. നല്ല തയ്യാറെടുപ്പോടുകൂടി, മികച്ച ആത്മവിശ്വാസത്തോടുകൂടി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നമുക്കെല്ലാം അഭിമാനമായ മലയാളികളായ ആളുകളുടെ, വൈദഗ്ധ്യമുള്ളവരുടെ പിന്തുണയോടുകൂടി ഉള്ള പദ്ധതികൾ കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ആ മാറ്റം, അതാണ് ഈ UDFന്റെ വാക്ക്. ആ കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇവരെല്ലാം, ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല, ഇവിടുത്തെ നേതാക്കളെല്ലാം വിശദമായി സംസാരിച്ചു. ഈ ദുർഭരണത്തിനെ ജനങ്ങൾ വെറുക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ നിങ്ങൾ ചിരിച്ചോളാൻ പറഞ്ഞു. എന്താ കാര്യം? അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. നല്ല ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചോ. നമ്മളെക്കാൾ ആഗ്രഹത്തിലിരിക്കുകയാണ് അവർ. ഇവരെ ഈ അധികാരത്തിന്റെ ഗോപുരങ്ങളിൽ നിന്ന് ഇറക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു. എന്താ കാര്യം? അവർ വിചാരിച്ചത് ഇടതു വന്നാൽ നല്ലതായിരിക്കും, ഇടതു വന്നാൽ പുരോഗമനപരമായിരിക്കും, നാട് നന്നാവും. ആത്മാർത്ഥമായി ചിന്തിച്ചവരാ. ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ഇവരിടതല്ല, ഇവർ തീവ്ര വലതുപക്ഷമാണ്. ആരാ ഇടത്? നമ്മളാണ് ഇടത്. നെഹ്റുവിയൻ ലെഫ്റ്റാണ് നമ്മൾ. മാറ്റങ്ങളുടെ കൂടെ നിൽക്കുന്നവർ. ഒരു കാര്യം എല്ലാവരോടും പറയുന്നു, തെരഞ്ഞെടുപ്പിൽ ജയിക്കണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാൽ. പക്ഷെ കേരളത്തിലെ UDFന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നതാണ്. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും കേരളത്തിലെ UDF നട്ടല് നിവർത്തി നിന്നതിനെ ചോദ്യം ചെയ്യും. ആര് പറഞ്ഞാലും ചോദ്യം ചെയ്യും. ആര് പറഞ്ഞാലും. ഈ വർഗീയമായി കേരളത്തെ ഭിന്നിപ്പിച്ച് ഈ കേരളത്തെ തകർക്കാൻ UDF ഒരു കാരണവശാലും സമ്മതിക്കില്ല.
നമ്മുടെ കൊച്ചുങ്ങളെ ഓർത്താണ്. ഞാനതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാചകമാണ്. പിണറായി വിജയനും VD സതീശനും നമ്മളെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഓർമ്മ മാത്രമാവും, ചിലപ്പോൾ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. പക്ഷെ കേരളമുണ്ടാകും, നമ്മുടെ കൊച്ചുക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. അവരെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു നടപടിക്കും നമ്മൾ പിന്തുണ കൊടുക്കില്ല. കേരളത്തിലെ CPM ഇപ്പം നടത്തുന്നത് സംഘപരിവാറിൻ്റെ അതേ പാതയിൽ സഞ്ചരിക്കുന്നു. സംഘപരിവാർ അത് ചെയ്താൽ നമുക്ക് അത്ഭുതമില്ല. കാരണം എന്താ? അവരുടെ പണി ഇതാണ്. എവിടെ ചെന്നും മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, തമ്മിലടിപ്പിക്കുക, അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, അല്ലേ? പക്ഷെ CPM അതേ പാതയിൽ പോവുകയാണ്. BJP ചെയ്തത് എന്താണ്? അത് തന്നെയാണ് CPM ചെയ്യുന്നത് എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ നടക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് തീപ്പന്തമറിഞ്ഞു കൊടുക്കുന്ന പണിയാണ് CPM ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ആരും ഭയപ്പെടണ്ട. അവിടെയെല്ലാം കേരളത്തെ രക്ഷിക്കാൻ, വർഗീയതയെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ടീം UDF ഉണ്ടാകും, വിട്ടുവീഴ്ചയില്ലാതെ. അതാണ് നമ്മുടെ നിലപാട്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കില്ല, അതിൽ കോംപ്രമൈസ് ഇല്ല. വർഗീയത ആര് പറഞ്ഞാലും, അവർക്കെതിരായി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞാലും അവരെ ചോദ്യം ചെയ്യും, ഒരു സംശയവും വേണ്ട. അതാണ് നമ്മുടെ നിലപാട്. നമ്മൾ ഒരുമിച്ച് നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഭിമാനത്തോടു കൂടിയാണ്. എത്രയോ തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ ജയിച്ചത്. ടീം UDF അല്ലേ? ആ ടീം UDF ഒരു സംശയവും വേണ്ട, 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് വന്ന് കേരളത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഉദ്ഘാടന പരിപാടി ഗംഭീരമാക്കി തീർത്ത മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നൽകുന്ന ഈ ആവേശം വരുന്ന 30 ദിവസക്കാലം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങളുമായി സംവദിക്കാനുള്ള ഊർജം കൂടിയാണ് എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ നൽകിയ സ്നേഹപൂർവമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സമ്മേളനത്തിന് നന്ദി പറയുന്നതിന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ മായനാജിയെ ക്ഷണിക്കുന്നു. നിങ്ങൾ ആ കസേരൊന്ന് പുറകിലേക്ക് എടുത്തു. പ്രിയപ്പെട്ട ജാഥാ നായകൻ, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള UDFൻ്റെ നേതാക്കളെ, നല്ലവരായ സഹപ്രവർത്തകർ, ഇന്ന് ഇവിടെ നിന്ന് ആരംഭിച്ച ഈ യാത്ര മാർച്ച് 7-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതായിരിക്കും. അതിന് ഇടയിൽ ആ സമയത്തേക്ക് തിരുവനന്തപുരത്ത് എത്തുന്നതുവരെ ഉള്ള ഈ യാത്രയിൽ ഇപ്പം ജാഥാ നായകൻ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുകളുമായി കേരളത്തിൽ ഈ 10 വർഷത്തെ ഇടതു ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും വരാൻ പോകുന്ന വിധിയെഴുത്ത് എന്നുകൂടി ഉറപ്പിച്ചുകൊണ്ടായിരിക്കും ഈ യാത്ര തുടരുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.